നമസ്കാരം. ബി.ജെ.പിയിലേക്ക് പോയ പത്മജയെ കാത്തിരിക്കുന്നത് എന്താണ്? തീർച്ചയായും പത്മജയെ ബി.ജെ.പി വഴിയിൽ ഉപേക്ഷിക്കും എന്നു തന്നെ കരുതേണ്ടി വരും. കാരണം പത്മജയെ പോലെ ഒരു വ്യക്തിയുടെ, പത്മജയെ നേതാവ് എന്ന് പറയാൻ കഴിയില്ല, പത്മജയെ പോലെ ഒരു വ്യക്തി പാർട്ടിയിലേക്ക് എത്തുന്നതുകൊണ്ട് ബി.ജെ.പിക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ പത്മജയെ രംഗത്തിറക്കിയതിനു പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. കേരള രാഷ്ട്രീയത്തിലെ ഒരേയൊരു ലീഡറുടെ മകൾ പാർട്ടിയിലേക്ക് എത്തുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബി.ജെ.പി കരുതുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന വിജയസാധ്യത ഒരു പ്രതീക്ഷ മാത്രമാണ്. ടി.എൻ. പ്രതാപന്റെ മുന്നിൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഇത് മുൻകൂട്ടി കണ്ടായിരിക്കണം പത്മജയെ കൂടി ബി.ജെ.പി അവസാന നിമിഷം രംഗത്തിറക്കിയത്. എന്നാൽ ബി.ജെ.പിയുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് കോൺഗ്രസ് കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി.ജെ.പി പത്മജയെ ഉപേക്ഷിക്കും എന്നുറപ്പാണ്. കാരണം അവർ പ്രതീക്ഷിക്കുന്ന പരിഗണന കൊടുക്കില്ല. പല സ്ഥാനമാനങ്ങളും പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഇവരൊക്കെ മറുകണ്ഠം ചാടിയെത്തുന്നത്. അപ്പോൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ബി.ജെ.പി നേതാക്കളെയും കുറ്റം പറഞ്ഞ് വീണ്ടും കോൺഗ്രസിലേക്കോ ഒരുപക്ഷെ CPM-ലേക്ക് തന്നെയോ പോകും. ഇത് മറ്റു പലരിൽ നിന്നും എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. നടി ഗൗതമിയുടെ കാര്യം തന്നെ എടുക്കാം. തൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയവരെ ബി.ജെ.പി സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് ഗൗതമി ഈയിടെ പാർട്ടി വിട്ടത്. ഇനി അഥവാ പത്മജയ്ക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുത്താൽ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അംഗത്തിൻ്റെയോ അതുപോലെയുള്ള മറ്റേതെങ്കിലും സ്ഥാനമോ ആയിരിക്കും. അതുകൊണ്ട് പത്മജ തൃപ്തിപ്പെടുമെന്ന് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിലാകട്ടെ പത്മജയെ മത്സരിപ്പിച്ചാൽ കെട്ടിവെച്ച പണം പോലും കിട്ടില്ലെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയുകയും ചെയ്യാം. ഇതിനു മുൻപ് ബി.ജെ.പിയിലേക്ക് വന്ന A.P. അബ്ദുള്ളക്കുട്ടിക്കും പ്രത്യേകിച്ച് സ്ഥാനമൊന്നും കിട്ടിയില്ല. കാരണം കഴിവുള്ളവരെയും സ്ഥാനമാനങ്ങൾ മോഹിച്ചെത്തുന്നവരെയും ബി.ജെ.പിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് വിട്ടുവന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴും ഗവർണറായി തുടരുന്നതും ഗൗതമിയെ പോലെയുള്ളവർ ഒന്നുമാകാതെ പോകുന്നതും. കോൺഗ്രസ് വിട്ടുപോകുന്നതിന് കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് പത്മജ തുറന്നടിച്ചിരുന്നു. ഡൽഹിയിലെത്തിയാൽ തിരക്ക് കാരണം രാഹുൽ ഗാന്ധി തന്നെ കാണാൻ പോലും തയ്യാറായിട്ടില്ലെന്നും സോണിയാഗാന്ധിയാണെങ്കിൽ ആരെയും കാണാറില്ലെന്നും തുറന്നടിച്ച പത്മജ ബി.ജെ.പി നേതാക്കളുടെ തനിനിറം കാണാൻ പോകുന്നതേയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്നുവരെ ഒരു സമരമുഖത്തും ആരും പത്മജയെ കണ്ടിട്ടില്ല. മുദ്രാവാക്യം വിളിക്കുന്നതോ ജലപീരങ്കിയിൽ നനയുന്നതോ പോലീസിന്റെ തല്ലുകൊള്ളുന്നതോ ആരും കണ്ടിട്ടില്ല. പോലീസിന്റെ ലാത്തിയടി വാങ്ങിക്കൂട്ടേണ്ടതും ജയിലുകളിൽ കിടക്കേണ്ടതും മരക്കഴുതകളായ അണികൾ മാത്രമാണ്. കെ കരുണാകരന്റെ മകളായതുകൊണ്ട് പത്മജയ്ക്ക് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്നുകൂടെന്നോ വിശ്വസിച്ചുകൂടെന്നോ ഇല്ല. പക്ഷേ എഴുതി വെച്ചോളൂ, വളരെ കുറച്ചു കാലം മാത്രമേ പത്മജ ബി.ജെ.പിയിൽ നിൽക്കൂ എന്നുറപ്പാണ്. അതിന് അന്ന് അവർക്ക് പറയാൻ 100 കാരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.